ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി അരി അരക്കാതെ കുതിർത്താതെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു നെയ്പത്തലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ 250 കപ്പിന് 1 കപ്പ് പുട്ടുപൊടിയാണ് വേണ്ടത്. അങ്ങനെ ഇതാ 250 കപ്പിന് 1 കപ്പ് പുട്ടുപൊടി ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പാക്കറ്റ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 1 കപ്പ് പുട്ടുപൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ കുറേശ്ശെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെള്ളത്തിന് ഒട്ടും തന്നെ ചൂട് കുറയാൻ പാടില്ല. തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് പുട്ടുപൊടി അളന്നെടുത്ത അതേ കപ്പിന് തന്നെ 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് മാറ്റി വെക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 250 കപ്പിന് തന്നെ 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ട് എന്നുണ്ടെങ്കിൽ 5-6 ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പം ചെറിയുള്ളി ഇല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു കഷ്ണം സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. കൂടെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 1 അല്ലി മാത്രം വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ഇതാ ഇതുപോലെയാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇതിപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റിന് മാറ്റി വെച്ചിട്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്തെടുത്തത് മുഴുവനായിട്ടും നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തിളച്ച വെള്ളം തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണും കൂടെ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നെന്നിരിക്കാം. മാവ് നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ടൈറ്റായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് കറക്റ്റായിരുന്നു. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളയാക്കി എടുക്കണം. ഒട്ടും തന്നെ വിള്ളലുകളൊന്നും കൂടാതെ വേണം നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടി. ഒരുപാട് അങ്ങ് നൈസായി പോകാൻ പാടില്ല. ഇനി ഇത് നമുക്ക് നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഈ സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറെല്ലാം ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. നെയ്പത്തൽ ചുടുമ്പോൾ നമ്മൾ എപ്പോഴും പരത്തി വെക്കാൻ പാടില്ല. അപ്പം തന്നെ ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം പരത്തിയെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്പത്തൽ റെഡിയായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും.
ഇനി ഇത് നമുക്ക് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പം എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അരിയൊന്നും കുതിർത്താതെ അരക്കാതെ പുട്ടുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നെയ്പത്തൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് അധികം എണ്ണയൊന്നും കുടിക്കാതെയാണ് നമുക്ക് റെഡിയായി കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.